എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പണ്ട് കാലത്ത്, അതായത് 5000 വർഷങ്ങൾക്ക് മുമ്പ് ദ്വാപരയുഗത്തില് രുക്മിണി ദേവി ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനെ തൻ്റെ ഭർത്താവായി സ്വീകരിക്കാൻ വേണ്ടി കാർത്യായനി ദേവിയുടെ മന്ത്രം ജപിക്കുകയുണ്ടായി. അത്യുത്തമമായ ഒരു മന്ത്രമാണ് ആ മന്ത്രം. ആ മന്ത്രജപത്തിലൂടെയാണ് ദേവി ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭർത്താവായി സ്വീകരിക്കാൻ സാധിച്ചത്. അത് ഇപ്പൊ പറയാൻ കാരണം, ഈ മന്ത്രം ഈ സമയത്തും നമുക്ക് ജപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരനെ, ഇഷ്ടമുള്ള വ്യക്തിയായി നിങ്ങൾക്ക് ഭർത്താവായി ലഭിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. ഈ പറയുന്ന കാര്യങ്ങളിൽ നിത്യവും മുടങ്ങാതെ ചെയ്യുക. എന്തെന്ന് വെച്ചാൽ, കുളിച്ച് ശുദ്ധമായി നിത്യവും 108 തവണ ഭക്തിയോടെ ഈ പറയാൻ പോകുന്ന മന്ത്രം ജപിക്കണം. നിങ്ങൾക്ക് വിവാഹ കാര്യങ്ങൾ മാത്രമല്ല, സർവ്വ അഭിഷ്ടങ്ങളും സാധിക്കുക തന്നെ ചെയ്യും. തിങ്കൾ, പൗർണമി, കാർത്തിക വരുന്ന ദിവസം ഈ മന്ത്രജപം തുടങ്ങാം. അത്യുത്തമമാണ്. ഈ ദിവസം കാർത്യായനി ദേവി അല്ലെങ്കിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ പോയി ദേവിക്ക് മുല്ലമാല, നെയ്വിളക്ക്, പാൽപ്പായസം എന്നീ വഴിപാടും കഴിക്കണം. ഈ വഴിപാട് കഴിച്ച് നിങ്ങൾ ഈ പറയുന്ന മന്ത്രം നിത്യവും 108 ജപിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരനെ, നിങ്ങൾക്ക് എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വരനെ നിങ്ങൾക്ക് ഭർത്താവായി ലഭിക്കുക തന്നെ ചെയ്യും. ഇത് ഉറപ്പുള്ള കാര്യമാണ്. പതിറ്റാണ്ടുകൾ മുന്നേ തന്നെ നമ്മൾ അനുഷ്ഠിച്ചു പോകുന്ന കാര്യമാണ്. ഇത് ആരും മുഖ്യമായും പറഞ്ഞു കൊടുക്കാറില്ല. ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. ഈ മന്ത്രം നിത്യവും മുടങ്ങാതെ ജപിക്കണം. കാർത്യായനി മഹാമായി മഹായോഗിന്യതീശ്വരി നന്ദഗോപസുധം ദേവി പതിം മേ ഗുരുദേ നമ. ഈ മന്ത്രം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി തരുന്നുണ്ട്. അത് തെറ്റുകൂടാതെ നിങ്ങൾ നിത്യവും രാവിലെയും വൈകിട്ടും നിത്യവും ജപിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്യുക. തിങ്കളാഴ്ച, പൗർണമി, കാർത്തിക വരുന്ന ദിവസം മന്ത്രജപം തുടങ്ങുക. അതുകൂടാതെ അന്നേ ദിവസം തന്നെ കാർത്യായനി ദേവിക്ക് മുല്ലപ്പൂമാല, നെയ്വിളക്ക്, പാൽപ്പായസം എന്നിവ നിവേദിക്കുക. ഈ കാര്യങ്ങൾക്ക് നിങ്ങൾ ചെയ്തു പോന്നാൽ നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു വരനെ, ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഞാൻ നിർത്തുന്നു.